പിന്നെന്തിനാ ബ്രാഹ്മണർക്ക് ഇരുന്ന് മടപ്പന്റെ പണ ബ്രാഹ്മണൻ പാടാൻ ഇരുത്തിട്ടില്ലേ? ആ പൂരം പൊട്ടിച്ചിട്ട് കണ്ടു കുടിച്ചിന് 4 പുരയും കുടിക്കണല്ലേ? എവിടെയാ? കൂട്ടുപുര, പടിപ്പുര, കഴകപ്പുര. ഇവിടെ കുറവ് കഴകപ്പുരക്ക് മാത്രം. കഴകപ്പുരയും കൂടി ഉണ്ടായാല് കൂട്ടുപുരക്ക് നമുക്ക് പിന്നീട് എത്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും പ്രാർത്ഥനാ സങ്കല്പത്തിനകത്ത് ഇത് എത്രാമത്തെ കൂടിയാണിത്? ഈ മത്സരം കഴിഞ്ഞില്ല ഒരുപാട്. പിന്നീടുള്ള കാര്യാനുഭവങ്ങൾ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഇവിടെ. ഇപ്പൊ ചൈതന്യം വർദ്ധിക്കുന്നുണ്ട് അല്ലെ? എന്റെ ഒരു നാനാണ് ചൈതന്യം വർദ്ധിക്കും. അത് കർമ്മത്തിന്റെ അനുഭവങ്ങളാണ്. കർമ്മം പിളക്കാതെ ചെയ്യുന്ന അനുഭവത്തെടുത്താകുന്നില്ലേ? നല്ലൊരു കുഞ്ഞുമടയും വന്നു അല്ലെ? അപ്പൊ കർമ്മം പിഴച്ച സ്ഥാനം പിഴക്കും, കർമ്മം പിഴച്ച സ്ഥാനം പിഴക്കും, സ്ഥാനം പിഴച്ച സ്ഥാനം പിഴക്കും. കർമ്മ വഴി പിഴക്കാതെ കൊണ്ടു കൂട്ടി. മധുവും മാംസത്തിനും ഇഷ്ടപ്പെട്ട ദേവനാവുത്തപ്പൻ. മധു വേണം അല്ലെ? മാംസം വേണം അല്ലെ? പന്നിയും അല്ലെ? പുല്ല്, പറണ്ട മാവ്, ഒട്ടൊഴിയാത അല്ലെ? ഈ മൃഗത്തിനെല്ലാം ചുട്ടും കരിച്ചും അനുഭവിക്കുന്ന ദേവനാണ് ഉത്തപ്പൻ അല്ലെ? അയ്യങ്കരമാകുന്ന വാണവർക്ക് സന്താനമില്ലാതെ നിത്യദുഃഖം അനുഭവിക്കുന്ന സമയത്തിനകത്ത് എന്റെ നാനാറ് അല്ലെ? എന്റെ നാനാറ് അല്ലെ? വിഷ്ണു എന്ന് പറയാൻ പറ്റില്ല. പറ്റുവാ? ഇല്ല. എന്നിൽ കൂടി വിഷ്ണു അല്ലെ? ശിവനിൽ കൂടി വിഷ്ണു. അതുകൊണ്ടാണ് ശിവൻ ധ്യാനിക്കുന്ന വിഷ്ണു എന്ന് പറയാൻ കാരണം. ശിവാജമാനസേ വിഷ്ണു. ശിവനെ ആരാ ധ്യാനിക്കുന്ന ചോദിച്ചാൽ എന്താ പറയാ? ശിവൻ ധ്യാനിക്കുന്ന വിഷ്ണുവിനെയാ. ശിവനൊന്നും ധ്യാനിക്കുന്നത് അല്ലേ? വിഷ്ണുവിനെയാണ്. വിഷ്ണു ധ്യാനിക്കുന്നത് ശിവനെയാണ്. അതാ ശിവാജമാനസേ വിഷ്ണു. വിഷ്ണു ശിവന്റെ മനസ്സിൽ വിഷ്ണുവാണ്. വിഷ്ണു അപ്പോ ഒരു പൂർണ്ണ വിഷ്ണു അല്ലെങ്കിലും എന്നിൽ കൂടിയപ്പോഴും വിഷ്ണു അല്ലേ? അതാണ് ശിവനിൽ കൂടിയ വിഷ്ണു അല്ലെ? അപ്പോ എല്ലാം പാതി രൂപം ഞാനാവും. തിരുവപ്പുറം കണ്ടിട്ടില്ലേ? നാനാർ കണ്ടിട്ടില്ലേ? എന്തൊക്കെയാന്ന് പറയാ? കളിക്കപ്പാട്ട് പറയുന്നില്ലേ? യോഗീശ്വരൻ. ആരാ യോഗീശ്വരൻ? ഞാനല്ലേ? അപ്പോ യോഗിയായുള്ള ഒരു താടിയും ഇതെല്ലാം എന്നിലേക്ക് ചേർന്ന അനുഭവങ്ങളാണ്. എല്ലാ അധികാരം മൊത്തപ്പനാണ്. ഒരു മടപ്പരയിലും ഒരു ഭവനത്തിലും ആദ്യം വരുന്ന ഞാനാവും. നിങ്ങളെ വിളിച്ചത് എന്നെയല്ലേ? നാനാറെ വിളിച്ചനാ? ഇല്ല. എന്താ കാരണം? നിങ്ങളുടെ വിളിപ്പുറത്ത് നിൽക്കുന്ന ദേവൻ ഞാനാന്നു അല്ലെ? നാനാറോ കേൾക്കാൻ അല്പം താമസം ഉണ്ടാവും അല്ലെ? എല്ലാ ദേവന്മാരും ഇരിക്കുന്നത് ചെമ്പടി ശ്രീകോളിലിരിക്കും. ചെമ്പടിച്ച് ശ്രീകോളിൽ മുത്തപ്പനിരിക്കുന്നത് ഭക്തന്മാരാകുന്ന നിങ്ങളുടെ സാധുക്കളാകുന്ന നിങ്ങളുടെ ഹൃദയത്തിലൊക്കെ മുത്തപ്പനിരിക്കുക അല്ലേ കലാടി? അതുകൊണ്ട് എല്ലാ മക്കളും എന്നിലേക്ക് ചേരുന്നത്. മുത്തപ്പ എന്ന് വിളിച്ചത് എല്ലാ ഭക്തന്മാരും എന്റെ അരിയത്ത് വരുന്നതാ. നിസ്സന്മാർ, സാധുക്കള്, നിങ്ങളെ പ്രയാസം, നിങ്ങളെ വേദനകള് അല്ലെ? വേഗം പറഞ്ഞിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദേവൻ ഞാനാണ്. ഇന്ന് നല്ലൊരു ഭക്ഷണം